ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം കുക്കിംഗ് ആൻഡ് മോറിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ നല്ല ടേസ്റ്റോട് കൂടി ചെയ്തെടുക്കാവുന്ന ഒരു മീൻകറി. അപ്പോൾ നമുക്കാദ്യം എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മുടെ ഫിഷ് കറിക്ക് ആദ്യം മീൻ വേണം. മീൻ ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഉളുമ്പോടൊക്കെ നന്നായി പോകാനാണ് അങ്ങനെ കഴുകിയെടുക്കുന്നത്. വാങ്ങിച്ചിരിക്കുന്ന ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അത് ഈ ഫിഷാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്കതിൻ്റെ പേര് അത്രയും പിടികിട്ടിയില്ല. മീനിപ്പോൾ ഒരു ഏകദേശം ഒരു 1/4 കിലോ ഉണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഈ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മറ്റേ സാധാരണ മുളക് പൊടി എടുക്കാം. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയാണ്. അതൊരു 4-5 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത്രയാണ് നമ്മൾക്ക് ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി അരച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് വറുത്ത് ചേർക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം സവോളയാണ് എടുക്കുന്നത്. ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പോൾ ഇനി കുടംപുളി ഞാൻ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കുടംപുളി മതി. നമുക്ക് കറിക്ക് അധികം പുളിയെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എണ്ണ വേണം. വെളിച്ചെണ്ണ തന്നെ നമ്മുടെ മീൻ കറിക്ക് എടുക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഒരു മിക്സിയിലിട്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ട മുളകും മല്ലിപ്പൊടി അതെല്ലാം കൂടെ അരച്ചെടുക്കണം. ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിടാം. എന്നാലാണ് നല്ലതായിട്ട് അരയുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ കിടക്കും. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിലപ്പോൾ സാധാരണ വെക്കുന്നത് പൊടികളൊക്കെ അങ്ങനെ തന്നെ പൊടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് വഴറ്റിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രേവിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു തിക്നെസ്സും കിട്ടില്ല. ഗ്രേവി ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടും വരും. അതിന് ഗ്രേവിക്ക് ഒരു ടേസ്റ്റും കിട്ടും. ഇനി ഇത് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ചട്ടി ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ചിലയിടത്തൊക്കെ മീൻകറിക്ക് കടുകിടാറുണ്ട്. ഞാനിവിടെ ഇടണില്ല. ഇടണം എന്നുള്ളവർക്ക് ഇട്ടോളൂ, കുഴപ്പമില്ല. ഇഞ്ചി ഒന്ന് പതുക്കെ ആവട്ടെ. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് 4-5 കഷ്ണം. അതുകൂടാണ്ട് തന്നെ നമ്മളിവിടെ 5-8 കഷ്ണം ഈ ഉള്ളിയുടെ കൂടെ വഴറ്റിയും ചേർക്കുന്നുണ്ട്. ഇനി സവോള ഇട്ട് കൊടുക്കാം. പിന്നെ മീൻകറിക്ക് നല്ലത് ചുവന്നുള്ളി ആണെങ്കിൽ ചുവന്നുള്ളി ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ടാണ് സവോള എടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് സവോള മീൻകറിക്ക് ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 2 ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ ഇത് കേടായി പോകും. സവോള ഏകദേശം ഒന്ന് പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിനി ബാക്കി പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ സവോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ കുടംപുളി കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ മീൻകറിക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കുടംപുളി ഇട്ട് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ ഒഴിക്കില്ലേ, അതിന് പകരമായിട്ടാണ് ഞാൻ എണ്ണയിലേക്ക് കുടംപുളി കഷ്ണങ്ങളങ്ങ് ഇട്ട് കൊടുത്തത്. ഈ സവാള എണ്ണയിൽ കിടന്ന് നന്നായി വഴന്നു വരട്ടെ. ഏകദേശം ഒരു ഗോൾഡൻ നിറമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കഴുകി അങ്ങ് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ അരപ്പ് എണ്ണയിൽ കിടന്നതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് മീനും വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ എണ്ണ പെട്ടെന്ന് തെളിഞ്ഞു വരും. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു മിക്സി കഴുകി. അപ്പോൾ എണ്ണ ഇപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു വരും. ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞും പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് എണ്ണയും തെളിഞ്ഞു വരും, നമ്മുടെ അരപ്പും കരിയില്ല. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫിഷും ചേർത്തു. പിന്നെ ഒരു 1-1.5 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ഞാൻ 1-1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണം ചെയ്യാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം വീണ്ടും കുറച്ചിടണം. ഇനി കണ്ടിന്യൂസ് കൂട്ടിയിട്ടാൽ ചട്ടിയിൽ മീൻ അടിയിൽ പിടിച്ചു പോകും. ഇനി നമുക്ക് ഈ ചട്ടി അടച്ചു വെച്ച് കൊടുക്കാം. ഫിഷ് കറി അങ്ങനെ സിമ്മിലിരുന്ന് പതുക്കെ റെഡിയായിക്കൊള്ളും. മീൻകറി ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെ രണ്ട് സൈഡിലും പിടിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കേ പാടുള്ളൂ. തവി കൊണ്ട് നമ്മൾ ഇളക്കരുത്. ഇളക്കിയാൽ ആ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോകും. നമുക്കിനി ഇത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നമ്മളിത് തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് മീൻകറി വെന്തു എന്നാണ് പറയണത്. എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നു. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് വേവിച്ച് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ചേർക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിക്കരുത്. അതിൻ്റെ ടേസ്റ്റ് കുറയും. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം കറിവേപ്പില ചേർക്കണില്ല. എൻ്റെ കുട്ടികൾ ചോദിക്കും എന്താ അമ്മ ഇതിൽ മുഴുവൻ ഇലയാണല്ലോ എന്ന് അവർ ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ചേർത്ത് കൊടുക്കുന്ന ടേസ്റ്റാണ്. മീൻ കറിക്ക് നിറച്ച് കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. പറ്റുമെങ്കിൽ തലേദിവസം വെച്ച് വയ്ക്കുക. വളരെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും അപ്പോൾ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.